കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുഭാഷിതൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിൻ്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൻ്റെ സാരാംശ സത്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, കർത്താവിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളവരായി മാറും. നമുക്ക് ജീവനുള്ളവരായി ജീവിക്കാൻ കഴിയും. ചത്തവസ്ഥയിൽ പോകാതെ ജീവനോട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ പൂർണ്ണ സൗഖ്യം തരാൻ ഈ വചനത്തിന് കഴിയും. അങ്ങനെ ദൈവവചനത്തിൻ്റെ സാരാംശ സത്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് പറ്റും. നമ്മൾ ഈ വചനത്തിൽ മുറുകെ പിടിക്കുക. എന്തെന്നാൽ നമ്മുടെ ശരീരത്തിന് ഔഷധമാണിത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തിന് ഔഷധമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഒരുപാട് മരുന്നുകൾ, ഒരുപാട് മെഡിസിനിലേക്ക് പോയ ഞാനാണ്. എന്നാൽ ഇപ്പോൾ വെറും 2 ഗുളിക, ഒന്ന് തൈറോയിഡിൻ്റെത്, ഒന്ന് വേദന വരികയാണെങ്കിൽ വല്ലപ്പോഴും കഴിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എന്നെ കാത്തു പരിപാലിക്കുന്ന കൃപകൾ ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയും സ്നേഹവും ദയയും എല്ലാം, വിശ്വസ്തതയും എല്ലാം, എൻ്റെ യേശുപ്പച്ചൻ എന്നോട് കാണിക്കുന്ന നന്മകൾക്ക് നന്ദി പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വചനം നമുക്ക് ഔഷധമാണ്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവിൻ്റെ വചനം നമ്മളിലുണ്ടെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. രോഗങ്ങളും ബലഹീനതയും പാവങ്ങളും എന്തെല്ലാം നമ്മളുടെ എന്തൊക്കെയോ കടന്നു പോകുന്നെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം നമ്മെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നിറയ്ക്കും, നമ്മളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ ഒരു പൂമാരി നമ്മുടെ മേൽ ചൊരിയും. നമ്മളൊരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരാൻ കഴിവുള്ള കർത്താവ്, നമുക്ക് വേണ്ടതൊക്കെയും തരുന്ന നമ്മളുടെ സ്വർഗീയ പിതാവ്, ആ സ്വർഗീയ പിതാവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ അതിവാത്സല്യമായ സ്നേഹം നിങ്ങളുടെ എല്ലാവരെയും കൂടിയിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെല്ലാം വായിക്കണം, ധ്യാനിക്കണം, ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവൻ അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഔഷധമാക്കി മാറ്റുന്ന സ്വർഗീയ പിതാവിൻ്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിച്ച് വചനത്തോടൊപ്പം ജീവിക്കാം. നല്ല നാഥ പിതാവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്ന അപ്പ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. രോഗികളായിരിക്കുന്ന മക്കളെ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. കടബാധ്യതയുള്ള മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. കർത്താവെ, കടത്തിൽ നിന്ന് പൂർണ്ണ മോചനം കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കളെ കർത്താവെ അനുഗ്രഹിക്കണമേ. അവർക്ക് സ്വന്തമായി ഭൂമിയും ഭവനവും നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. ആരെല്ലാം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കർത്താവ് സഹായിക്കണമേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ ലോകം മുഴുവനിലുള്ള എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഇവ കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.